ആലപ്പുഴ ചെങ്ങന്നൂരിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ പിടിമുറുക്കുന്നതായി റിപ്പോർട്ടർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. സ്കൂളുകളിൽ നിരോധിക്കപ്പെട്ട ഹാൻസും പാൻപരാഗും അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ സുലഭമായി ലഭ്യമാകുന്നുണ്ട്. ഇതിനായി കച്ചവടക്കാർ ഉപയോഗിക്കുന്നത് 5ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും ഇടയിലുള്ള വിദ്യാർത്ഥികളെയാണ്. പ്രതിഫലമായി നൽകുന്നതാകട്ടെ പണവും ലഹരി പദാർത്ഥങ്ങളും. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. 7ാം ക്ലാസ്സിലെ ചേർക്കാനുണ്ട്. അവൻ 7ാം ക്ലാസ് തൊട്ട് വെക്കാൻ പറഞ്ഞത്. അവനിപ്പോൾ 10ല്ല. പൈസ കൊണ്ടുവന്ന് അങ്ങനെ കൊടുക്കാൻ തയ്യാറായിട്ടാണ്. ഇത് ചെങ്ങന്നൂരിലെ ഒരു പ്രമുഖ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തലാണ്. സ്കൂളിനോട് തൊട്ടടുത്തുള്ള കടകളിൽ നിന്ന് എങ്ങനെയാണ് ഹാൻസും പാൻപരാഗുമെല്ലാം തങ്ങളുടെ ക്ലാസ് മുറികളിലേക്ക് എത്തുന്നതെന്നാണ് ഇവൻ പറഞ്ഞു തരുന്നത്. ആദ്യം സ്കൂളിന് മുന്നിലെ സന്തോഷ് ബേക്കറിയിൽ പണം നൽകുക. ശേഷം ഹാൻസിനോ പാൻപരാഗിനോ ആയി സ്കൂളിന്റെ മീറ്റർ ബോക്സിലേക്ക് ചെല്ലണം. അതിനുള്ളിൽ ഏതെങ്കിലും ഒന്നിൽ സാധനം ലഭ്യമാകും. ഇവിടെയില്ലെങ്കിൽ പിന്നെ കൂട്ടിയിട്ടിരിക്കുന്ന കരിയിലകൾക്കുള്ളിലായിരിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റൂമിനോട് ചേർന്നുള്ള ജനാലകൾക്കുള്ളിലൂടെ അകത്തേക്ക് വയ്ക്കും. ₹5 ലഹരി പദാർത്ഥങ്ങളുടെ പ്രിന്റഡ് വിലയെങ്കിൽ സ്കൂളുകൾക്കുള്ളിൽ 30 മുതൽ 50 രൂപ നിരക്കിലാണ് തങ്ങൾക്കിത് ലഭിക്കുന്നതെന്ന് മറ്റു കുട്ടികളും സമ്മതിക്കുന്നു. 30 രൂപ കൊടുക്കണം, 25 രൂപ. ലഹരി വിൽക്കുക മാത്രമല്ല, ഉപയോഗിക്കുന്നതും തെറ്റല്ല എന്ന സംസ്കാരമാണ് ഈ കുഞ്ഞുങ്ങൾക്കിടയിൽ വളർന്നു വരുന്നത്. ലഹരി മാഫിയ ഇത്രയധികം പിടിമുറുക്കിയിട്ടും അധികൃതർ യാതൊരുവിധ നടപടിയും കൈക്കൊണ്ടിട്ടില്ല. ചെങ്ങന്നൂരിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ.